ഒരു കാര്യത്തെ പറ്റിയിട്ട്. അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിലാണ് നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്. വി ആർ പ്രൗഡ് ടു പ്രസന്റ് ദ മോസ്റ്റ് പവർഫുൾ ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. വെൽക്കം ഇബാറ്റോറിയൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. എന്ത് തന്നെയായാലും നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള MSME പ്രൊജക്ട് ആയിട്ടുള്ള ഹെൽത്തി ഇന്ത്യ വെൽത്തി ഇന്ത്യ എന്ന വിഷനുമായി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാറ്റോറിയൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൊജക്റ്റും പ്രൊഡക്റ്റും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താണ്. യാതൊരു മുൻവിധികളോടും കൂടെ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ കാണരുത്, കേൾക്കരുത്. തുറന്ന മനസ്സുമായിട്ട് വൈറ്റ് പേപ്പർ പോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മൈൻഡായിട്ട് ഇവിടെ ഇരിക്കണം. കാരണം ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അത് അത്രത്തോളം പവിത്രമായിട്ടുള്ള, അത്രത്തോളം ദൈവത്തിന്റെ കയ്യൊപ്പ് ചേർത്തിട്ടുള്ള ഒരു കമ്പനിയും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ആദ്യം കമ്പനിയുടെ പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെടുത്താം. എന്തുകൊണ്ട് തന്നെ ആരുടെ മുന്നിലും നമുക്ക് നെഞ്ചു നിവർത്തി നിന്ന് പറയാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നമ്മൾക്കുള്ളത്. കമ്പനിയുടെ MD ഡോക്ടർ സാഗർ ജോഷി, അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഒത്തിരി സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൂടാതെ നാനോ ടെക്നോളജിയിലും ബയോ മാഗ്നറ്റിസത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് ഞാൻ എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ വീട്ടിൽ എല്ലാവരും ഉപയോഗിച്ചതിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മുംബൈ മീര റോഡിലാണ് നമ്മൾ ഈ ഒരു കമ്പനി, താനെ ഡിസ്ട്രിക്റ്റിലാണ്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റോടുകൂടി ഈ ഒരു കമ്പനി പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദാദറിലാണ് നമ്മളുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത്. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കമ്പനി 2008 സ്ഥാപിതമായിട്ടുള്ളത്. ബെസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾക്കുള്ളത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊഡക്റ്റ് അവൈലബിലിറ്റി നമ്മൾക്ക് കമ്പനിക്ക് തന്നിട്ടുണ്ട്. കമ്പനിക്ക് 2021 ആയുഷ് കൊറോണ യോധ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കും ആൻഡ് സൈബർ സെക്യൂർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും കൂടിയിട്ട് കമ്പനി പ്രവർത്തിക്കുന്നു. കമ്പനിയുടെ സ്വന്തം സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി പല കമ്പനികളിലും സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് വരുമ്പോൾ പല കാര്യങ്ങളിലേക്കും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ. പക്ഷെ നമ്മളുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ, നമ്മുടെ സാഗർ ജോഷി സാറിന്റെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ട് സേഫ് ആണ്. പിന്നെ ഗവൺമെന്റിന്റെ എല്ലാ ഗൈഡ് ലൈൻസും പാലിച്ചുകൊണ്ട് GST സിസ്റ്റത്തിലൂടെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഒരുപാട് സർട്ടിഫിക്കേഷൻ നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് സ്പീഡ് കൂടുന്നുണ്ടോ പ്രീതി മാം? കാരണം നമുക്ക് ഒത്തിരി കവർ ചെയ്യാനുണ്ട്. എനിക്ക് 7:45 വരെ മാത്രമാണ് ടൈം. കവർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ പ്രീതി മാം? ഹലോ ഓക്കെ. നമ്മുടെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കുറച്ച് സർട്ടിഫിക്കേഷൻ ഞാനിവിടെ പറയാം. MSME സർട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. പിന്നെ നമുക്ക് മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു. കൊറോണ യോധ അവാർഡ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2021 ലഭിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ട്രസ്റ്റഡ് ബ്രാൻഡിനുള്ള ഒരു മഹാരാഷ്ട്ര ഗവർണറുടെ കയ്യിൽ നിന്ന് നമ്മളുടെ MD വാങ്ങുന്നതായിട്ട് നമ്മൾക്ക് പിക്ചറിൽ കാണാം. 2008-2021 കാലയളവ് വരെ 27ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിംഗ് മാത്രം നടത്തിയിരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഇബാറ്റോറിയം കമ്പനി. കൊറോണയ്ക്ക് ശേഷം, അതായത് 2021 കൂടി ഈ പ്രൊഡക്റ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമ്മുടെ കമ്പനിയുടെ MD തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, എത്രയും ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ട്, ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് ഡയറക്ട് സെല്ലിംഗ് എന്ന സിസ്റ്റത്തിലൂടെ നമ്മുടെ കേരളത്തിലേക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കി തന്നു. അദ്ദേഹത്തിന് വീണ്ടും ഞാൻ നന്ദി പറയുകയാണ് നമ്മളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തന്നതിന്. ഞാൻ അവസാനം പറയേണ്ട ഒരു കാര്യം ഇന്ന് ആദ്യം പറയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. നിങ്ങളെ ശ്രദ്ധ ഇവിടെ തന്നെ വേണം. അതായത് കമ്പനിക്ക് ഇന്ന് 25 ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. എങ്ങനെ? നേരത്തെ പറഞ്ഞ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞു. അതായത് കമ്പനിയിൽ നിന്നും കസ്റ്റമറിലേക്ക് ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ലാതെ തന്നെ കമ്പനിയിൽ നിന്നും കസ്റ്റമറിലേക്ക് നേരിട്ട് ഈ പ്രൊഡക്റ്റിനെ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പരസ്യത്തിന്റെയോ ഒരു സെലിബ്രിറ്റിയുടെയോ ഒരു ഇടനിലക്കാരന്റെയോ അകമ്പടി ഇല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിന് 25 ലക്ഷത്തിലധികം കസ്റ്റമർ ആയത്? എങ്ങനെ? ഒരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുക ഈ മീറ്റിംഗിന്റെ ലാസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ A to Z നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് ഈ ഒരു ഉത്തരം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം.
നമ്മളെ ഒരു 5 ബേസിക് നീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു സ്ലൈഡ് ഇവിടെ കാണാം. നമുക്ക് എയർ, വാട്ടർ, ഫുഡ്, സൺലൈറ്റ് ഇതെല്ലാം പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു എർത്ത്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്നും കൂടെ കാണാം. ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് പരിചയപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു എനർജി ആണ് എന്ന് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഇന്ന് പുതുതായിട്ട് വന്ന് ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാനായിട്ട് ഞാനത് ഒന്ന് പറയുകയാണ്. ഭൂമിയിൽ നിന്നുള്ള ഒരു കാന്തിക ശക്തിയാണ്. ആ കാന്തിക ശക്തി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാന്തിക ശക്തിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എന്നാണ് അതിനെ പറയുക. ഭൂമിയിലെ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു എനർജീനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാം. നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും കോശങ്ങളുണ്ട് അല്ലെ. ആ സെല്ലുകൾക്ക് വോൾട്ടേജ് കൊടുക്കുന്ന, അതായത് നാച്ചുറൽ ആയിട്ട് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തിക ശക്തിയിൽ നിന്നാണ് ആ സെൽ വോൾട്ടേജ് കിട്ടുക. ആ സെൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമ്മുടെ ബോഡിയിലെ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ സെൽ വോൾട്ടേജ്, അതായത് നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്നില്ലേ, അത് തന്നെ സെയിം പ്രോസസ് ആണ് നമ്മളുടെ സെല്ലുകൾക്ക് എപ്പോഴും വോൾട്ടേജ് കിട്ടാനായിട്ട് ഈ ഒരു മാഗ്നറ്റിക് എനർജി നമ്മൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് താഴെ ഒരു സ്ലൈഡ് കാണാം. ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന് കേരളം. എന്താണ് ഇങ്ങനെ ഒരു കോട്ട്? നമ്മൾ ആരും എന്താണ് ജീവിതശൈലി രോഗം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് ആരോഗ്യത്തോടു കൂടി ജനിച്ച നമ്മളെല്ലാവരും എങ്ങനെ ജീവിതശൈലി രോഗത്തിന് അടിമയായി അല്ലെ? ഇപ്പൊ വളരെ കുറച്ച് ആളുകൾ, ഇപ്പൊ 1000-ൽ 10-15 കുട്ടികൾ ചിലപ്പോ എന്തെങ്കിലും ഒരു അസുഖത്തോടു കൂടി ജനിക്കുന്ന ഒരു അവസ്ഥ മുന്നേ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് നല്ല ആരോഗ്യത്തോടു കൂടി ജനിച്ചിട്ടുള്ള പല വ്യക്തികളും ഇന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയായത് എങ്ങനെയാ? അപ്പൊ എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? WHO പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ആരോഗ്യ പരിപാലനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ശുദ്ധവായു എന്നുള്ളതാണ്. ശുദ്ധവായു എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നിറഞ്ഞ വായുവാണ്. അതിൽ പൊല്യൂഷൻ പാടില്ല. അതാണ് ശുദ്ധവായു. ഇനി നല്ല കുടിവെള്ളം, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും തന്മാത്രകൾ മാത്രമുള്ള ജലാണ് നല്ലൊരു കുടിവെള്ളം എന്ന് പറയുന്നത്. ഇനി നല്ല ഭക്ഷണം നല്ലതായിരിക്കണമെങ്കിൽ അതിൽ ഉണ്ടാവാൻ പാടില്ല, വിഷാംശം ഉണ്ടാവാൻ പാടില്ല. വിഷാംശമുള്ള ഭക്ഷണം തന്നെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. ഇനി ശരിയായ വ്യായാമം, സുഖകരമായ ഉറക്കം, ഇതെല്ലാം ഈ 5 കാര്യങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷണവും, ഇനി ഏതെങ്കിലും അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന മെഡിസിനും നാം കുടിക്കുന്ന ജലവും എല്ലാം കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് എന്ത് വേണം? ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകണം എന്നുള്ള കാര്യം ഇവിടെ നടക്കണം. ഓക്കെ, എന്നാൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകാത്തതിന് കാരണമുണ്ട്. നാം ശ്വസിക്കുന്ന വായുവിലുള്ള മാലിന്യം, കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള മാലിന്യ വസ്തുക്കള്, കുടിക്കുന്ന വെള്ളം ശുദ്ധമല്ല. ഇനി ശുദ്ധമാണെങ്കിൽ തന്നെ അത് തിളപ്പിച്ചു കുടിക്കുന്ന ആളുകളാണ് അധിക ഭാഗവും. ഉപയോഗിക്കുന്ന മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെ കെമിക്കൽസ്, നാം ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലത്തെ കെമിക്കൽസ്, ടോക്സിൻസ്, ഇനി വ്യായാമമില്ലാത്ത ഒരു ജീവിതം, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് നോക്കാം, ഇതിനൊരു പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് അറിയേണ്ടത്. പരിഹാരം എന്നുള്ളത് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യക്തിയെ കാണാം. അദ്ദേഹം പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം അദ്ദേഹം എന്തിനായാലും ഒരു 80 വയസ്സിനും 85 വയസ്സിനും മധ്യയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഹെൽത്ത് നമ്മൾക്ക് കണ്ടാൽ അറിയാലേ, നല്ല ഹെൽത്തി ബോഡിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നും നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കോട്ട് കാണാം, പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം. പണ്ടുള്ള ആളുകൾ പാദരക്ഷകൾ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് പാദരക്ഷകൾ ഭൂമിക്കും നമ്മുടെ കാലിനും ഇടയ്ക്ക്, നമ്മളുടെ പാദത്തിനും ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു വിരുന്നുകാരനാണ് ഈ പാദരക്ഷകള്. അത് ഒത്തിരി നാശമൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും പണ്ടുള്ള ആളുകള് ഭാഗ്യവാന്മാരാണ്. അവര് ഭൂമിയോട് ഇടപഴകി ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് ചെരുപ്പില്ലാതെ നടന്നിരുന്നു, നല്ല വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നു, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട്, വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയിരുന്നു, നല്ല വായു ശ്വസിക്കാൻ പറ്റിയിരുന്നു. അവര് ഓലമേഞ്ഞ കുടിലും ചാണം മെഴുകിയ തറയിലൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ, വളരെ 1-2 അസുഖങ്ങൾ മാത്രം കേട്ടുകേൾവിയുള്ള വ്യക്തികളാണ് അവര്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ശൈലി മാറിയപ്പോൾ, നമ്മൾക്ക് ജീവിതശൈലി മാറിയപ്പോൾ നമ്മൾക്ക് വന്നിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ അതിശയിക്കാനില്ല. പക്ഷെ നമ്മൾക്ക് പ്രകൃതിയിലേക്ക് തിരിച്ചു പോക്ക്
നമുക്ക് ഒന്ന് ചിന്തിക്കാം, നമുക്ക് ചെരുപ്പിടാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ചെരുപ്പിടാതെ നമ്മൾ ടൗണിലേക്ക് ഒന്ന് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. പറ്റുന്നില്ല അല്ലെ? അകത്ത് അടക്കം, നമ്മുടെ വീടിനകത്തടക്കം ചെരുപ്പിട്ട് നടക്കുന്ന ഒരു സംസ്കാരമാണ്. നമ്മൾ ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടി, നടക്കാനായി ഒരു വയസ്സ് 1.5 വയസ്സായ കുട്ടിക്ക് വരെ ചെറിയ കുഞ്ഞു ഷൂസ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലെ? അതൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നത്. അവർ മണ്ണിൽ പോലും കളിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് വരുമ്പോ ഇനി നമ്മൾക്ക് എന്തിനായാലും പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ടെക്നോളജിയിലൂടെ നമ്മൾക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാനായിട്ട് ഒരവസരം നമ്മൾക്ക് നമ്മളെ കമ്പനി തന്നിട്ടുണ്ട്. ടെക്നോളജിയിലൂടെ നമ്മൾക്ക്, അതായത് നമ്മൾ ഇന്ന് ഫാനും AC ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തുണ്ടായിരുന്ന കാറ്റും തണവും ഒക്കെയാണ്. അതിനെ ടെക്നോളജിയിലൂടെ നമ്മുടെ ലിവിംഗ് റൂമിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിയിലെ ഈ മാഗ്നറ്റിക് എനർജിയെ നമ്മൾക്ക് നമ്മളുടെ ലിവിംഗ് റൂമിലേക്കും നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചു തന്നിരിക്കണം. ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് നമ്മൾക്ക് അതിനെ വിളിക്കാം. ബയോമാഗ്നറ്റിക് തെറാപ്പി. എന്താണ് ബയോമാഗ്നറ്റിക് തെറാപ്പി? ഈ ഒരു തെറാപ്പിയിലൂടെ എന്താണ് നമ്മൾക്ക് കിട്ടുന്നത്? നമ്മൾ കാണാം, നിയോഡീമിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ, അതായത് പീരിയോഡിക്കൽ ടേബിളില് 60ാമത്തെ മൂലകമാണ് നിയോഡീമിയം എന്ന് പറയുന്ന ഈ ഒരു മൂലകം. ഇതില് നമുക്ക് തൊട്ട് മേലെ കാണാം, ഒരു 99% നമ്മളുടെ അസുഖങ്ങൾക്കും നമ്മുടെ ശരീരത്തിലെ ഡിസോർഡറുകൾക്കും കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവാത്തതും ഓക്സിജൻ ലെവൽ കറക്റ്റ് ആവാത്തതുമാണെന്ന് നല്ല രീതിയിൽ അവിടെ എഴുതി കാണുന്നുണ്ട് അല്ലെ? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിയോഡീമിയം എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ ബയോമാഗ്നറ്റുകളില് ഈ നിയോഡീമിയം എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സൗത്ത് കൊറിയ, ജപ്പാൻ തുടങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് 700 അടി താഴ്ചയിൽ നിന്ന് 700-800 അടി താഴ്ചയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന, ഖനനം ചെയ്തെടുക്കുന്ന ഒരു റോ മെറ്റീരിയൽ ആണ്. ഒരു പൗഡർ രൂപത്തിലുള്ള ഒരു മണ്ണാണ്. ആ മണ്ണ് നാനോ ടെക്നോളജിയിലൂടെയാണ് നമ്മൾക്ക് ഒരു ബട്ടൺ രൂപത്തിലേക്ക്, നിക്കൽ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ബട്ടൺ രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. നാനോ ടെക്നോളജി എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ, ചെറുതാകും തോറും പവർ കൂടുന്ന ഒരു ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊരു എർത്ത് എലമെന്റ് ആയിട്ടുള്ള നിയോഡീമിയം ആണ്, മാഗ്നറ്റ് ആണ്. ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള മാഗ്നറ്റ്, ഈ ഒരു റോ മെറ്റീരിയൽ ഇതാണ്. ഈ ബയോമാഗ്നറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ നിയോഡീമിയം മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നിയോഡീമിയം പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാന തത്വം എന്നുള്ളത് മനുഷ്യ ശരീരത്തിലുള്ള സെല്ലുകളെ ചാർജ് ചെയ്യുക എന്നതാണ്. ഇത് നാച്ചുറലായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടേണ്ടതാണ് നമ്മൾക്ക്. പക്ഷെ ഇന്ന് മനുഷ്യന്റെ ആധുനിക കണ്ടുപിടുത്തങ്ങളായിട്ടുള്ള പാദരക്ഷകള്, താമസ സ്ഥലം, നമ്മുടെ വീട്, വാഹനങ്ങള്, ഫോണുകള്, കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന പല സാഹചര്യങ്ങൾ കൊണ്ട് നാച്ചുറലായിട്ട് നമ്മൾക്ക് കിട്ടേണ്ട, നമുക്ക് ചുറ്റുമുള്ള കാന്തിക ശക്തിനെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ നമ്മളിൽ കിട്ടുന്നതിന് തടയിടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. നമുക്ക് കാണാം, ഇവിടെ നാസ സയന്റിസ്റ്റിനെ കാണാല്ലേ, അവരൊക്കെ അവരുടെ സ്പേസ് സ്യൂട്ടിലൊക്കെ ഈ നിയോഡീമിയം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും വിലപിടിപ്പുള്ള ഇവരുടെ സ്യൂട്ടിലും ബൂട്ടിലും ഒക്കെ ഇത്രയും ഈ ഒരു നിയോഡീമിയം മാഗ്നറ്റ് ഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കി ഓക്സിജന്റെ അളവും കറക്റ്റ് ആകുമ്പോൾ അവരുടെ ബ്ലഡ് സെല്ലുകളൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി തന്നെയാണ്. നെക്സ്റ്റ്, നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ, ഈ ഒരു നിയോഡീമിയം മാഗ്നറ്റുകൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിസ്റ്റ് ബാൻഡ് ഒരു നമ്മൾക്ക് മൾട്ടി പർപ്പസ് യൂസ് ആണ്. റിസ്റ്റിലാണ് നമുക്ക് ഇത് ധരിക്കേണ്ടത്. 33 നിയോഡീമിയം മാഗ്നറ്റ് ആണ് ഇതിലുള്ളത്. ഇത് മൾട്ടി പർപ്പസ് യൂസ് ആണ്. അതായത് റിസ്റ്റിലാണ് ധരിക്കുന്നതെങ്കിലും ഇതിന് ഒത്തിരി ഗുണങ്ങൾ വേറെയുണ്ട്. മൈഗ്രെയിൻ, തലവേദന, അതുപോലെ ഇയർ ബാലൻസ് കംപ്ലൈന്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ നെറ്റിയിൽ അത് അപ്ലൈ ചെയ്യുന്നതാണ്. റിസ്റ്റിലാണ് വെയർ ചെയ്യേണ്ടത്. നമ്മളെ പവർ പോയിന്റ് ആയിട്ടുള്ള റിസ്റ്റിൽ തന്നെയാണ്. അതായത് നമ്മളെ മെയിൻ ആർട്ടറിയായിട്ട് കണക്റ്റഡ് ആണ് നമ്മളുടെ പവർ പോയിന്റ്. അതുകൊണ്ടാണ് അവിടെ റിസ്റ്റിൽ കെട്ടാൻ പറയുന്നത്. BP നോർമൽ ആയിട്ടുള്ള ആളുകളും ഹൈ BP ആയിട്ടുള്ള ആളുകളും റൈറ്റ് ഹാൻഡിലും, ലോ BP ഉള്ള ആളുകൾ ലെഫ്റ്റ് ഹാൻഡിലുമാണ് റിസ്റ്റ് ബാൻഡ് വെയർ ചെയ്യേണ്ടത്. നമ്മൾക്ക് ഈ ഒരു മാഗ്നറ്റ് എങ്ങനെയാണ്, സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന രീതിയിലാണ് ഈ മാഗ്നറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മാഗ്നറ്റിന് 2 വശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത്. സ്വജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പുഷ് പുൾ ആക്ഷൻ നടക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 33 നിയോഡീമിയം മാഗ്നറ്റുള്ള ഈ ഒരു ബാൻഡ് നമ്മുടെ കയ്യിൽ കെട്ടുമ്പോൾ ഈ മാഗ്നറ്റും നമ്മളുടെ ബ്ലഡിലുള്ള അയൺ കണ്ടന്റും തമ്മിലുള്ള ഒരു പുഷ് പുൾ ആക്ഷൻ നടക്കുകയും അവിടെ ഈ ഒരു
ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിടത്ത് ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട് അല്ലെ, ബ്ലഡ് സെല്ലുകൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. നോ മാഗ്നറ്റിക് ഫീൽഡിൽ അത് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനും നമ്മുടെ ബ്ലഡിന് നല്ല ഫ്ലോ കിട്ടാനും അത് സഹായിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് വാട്ടർ എനർജി പാഡ് ആണ്. വാട്ടർ എനർജി പാഡിനെ പറ്റി പറയുകയാണെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 40 മാഗ്നറ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത്. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സെയിം ഫംഗ്ഷൻ എങ്ങനെയാണോ നമ്മുടെ റിസ്റ്റിൽ കെട്ടിയപ്പോൾ അവിടെ ബ്ലഡുമായിട്ട് ഇത് പ്രവർത്തിച്ചത്, അതുപോലെ തന്നെയാണ് ഈ ഒരു വാട്ടർ ബോട്ടിലിനെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന 40 മാഗ്നറ്റുകൾ തമ്മിലുള്ള ആകർഷണവും വികർഷണവും നടക്കുമ്പോൾ വെള്ളത്തിലൊരു ഡീക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുകയും ആ വെള്ളത്തിന്റെ ഡെൻസിറ്റിയെ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഡെൻസിറ്റി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ, നമ്മൾ ഇന്ന് സാധാരണ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കട്ടി കൂടിയിട്ടുള്ള തന്മാത്രകൾ വലിയ വലിയ തന്മാത്രകളാണുള്ളത്. അതിനെ ഡീക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ നടക്കുന്നതിലൂടെ തന്മാത്രകൾ ചെറിയ ചെറിയ തന്മാത്രകളായിട്ട് മാറി നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മുക്കും മൂലയിലേക്കും ഈ ചെറിയ തന്മാത്രകളോട് കൂടിയിട്ടുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വെള്ളം എത്തിച്ചേരുകയും, അതും തിളപ്പിക്കാതെ വെള്ളം വെക്കണം. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിളപ്പിക്കാതെ ശുദ്ധവെള്ളമാണെങ്കിൽ പച്ചവെള്ളം തന്നെ കുടിക്കുക. ഇനി ശുദ്ധമില്ലാത്ത വെള്ളമല്ല ഉള്ളവര് തിളപ്പിച്ച് കുടിക്കാൻ ഞാൻ പറയില്ല. പ്യൂരിഫൈ ചെയ്ത് പച്ചവെള്ളം തന്നെ ആക്കിയിട്ട് അത് പച്ചവെള്ളം കൊണ്ട് തന്നെ പച്ചവെള്ളത്തിൽ തന്നെ കെട്ടിവെച്ചിട്ട് കുടിക്കുക. എന്നാലേ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ ആദ്യം നടക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും 2-3 നേരമൊക്കെ കുളിച്ച് വൃത്തിയായിട്ട് കുട്ടപ്പന്മാരും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ഉള്ള് എന്നെങ്കിലും വൃത്തിയാക്കിയിട്ടുണ്ടോ? നമ്മുടെ വാഹനം നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്, നമ്മൾ കുളിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മളുടെ ഉള്ളില് എന്തെങ്കിലും ഒരു ക്ലീനിങ് പ്രോസസ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റില്ല. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ക്ലീനിങ് പ്രോസസ്സിലൂടെ പോകേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം കട്ടി കൂടിയ വെള്ളമാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും അബ്സോർബ് ചെയ്യുന്നില്ല. വെറുതെ യൂറിനായിട്ടും നമ്മുടെ വിയർപ്പിലൂടെയൊക്കെ പുറന്തള്ളി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ വെള്ളം, ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കുമ്പോൾ, ഈ മെഡിസിനൽ വാട്ടർ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ ടോക്സിൻസ്, നമ്മുടെ സെല്ലുകളിലുള്ള, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളിലും അടങ്ങിയിട്ടുണ്ട്. അവർ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ട്. അതെല്ലാം ക്ലീനിങ് പ്രോസസ്സിലൂടെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ച എത്തുന്ന സമയത്തേക്ക് ലൂസ് മോഷൻ അനുഭവപ്പെടാറുണ്ട്. അത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ സൈഡ് എഫക്റ്റ് അല്ല, നല്ല എഫക്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. നിങ്ങളുടെ ശരീരം ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. ആരും പേടിക്കേണ്ടത് ആവശ്യമില്ല. ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മളെ കോശങ്ങളെ നല്ല ആക്റ്റീവ് ആക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കോശങ്ങളെ, നമ്മൾ എങ്ങനെയാ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾക്ക് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ടോക്സിൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ചില ആളുകളുടെ സ്കിന്നിന്റെ കളർ അടക്കം മാറിയിട്ടുണ്ട് ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിലൂടെ. ക്ലെൻസിങ് പ്രോസസ് നല്ല രീതിയിൽ നടക്കുന്നു. ലിവറിന്റെ ടോണിക് ആണെന്നുവരെ നമ്മൾക്ക് ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടറിനെ, കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏത് വിഷാംശവും ആദ്യം അത് അബ്സോർബ് ചെയ്യുന്ന ലിവറാണ്. എന്നിട്ടാണ് അതിനെ ബ്ലഡിന്റെ രൂപത്തിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ലിവർ സിറോസിസ് ഒക്കെ ഒരുപാട് വ്യക്തികളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ലിവറിന്റെ ടോണിക് ആണെന്ന് തന്നെ പറയാം. നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നു മുതൽ കുടിക്കുന്ന വെള്ളം ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 കിലോ വെയിറ്റ് ഉള്ള വ്യക്തി 1 ലിറ്റർ എന്നുള്ള അനുപാതത്തിൽ ഈ വെള്ളം കുടിക്കേണ്ടതാണ്. ഇത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അത് കൂടാതെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക്, വെരിക്കോസ് അൾസർ വന്ന ആളുകൾക്ക്, ഏതെങ്കിലും തരത്തിൽ ഇഞ്ചുറീസ് ഉള്ള ആളുകൾക്ക്, സോറിയാസിസ് വന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടർ, അതായത് മെഡിസിനൽ വാട്ടർ ആയിട്ട് ഇതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ആ മുറിവിനെ ഉണക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് പില്ലോ പാഡ് ആണ്. പില്ലോ പാഡ് ആൻഡ് മാട്രസ് ആണ്. പില്ലോ പാഡ് എന്ന് പറയുമ്പോൾ ഒരു 30ഓളം മാഗ്നറ്റ് ആണ് ഇതിലുള്ളത്. ഡീപ്പായിട്ടുള്ള ഉറക്കം നമ്മൾക്ക് ലഭിക്കുന്നു. നമ്മൾക്ക് പീനൈൽ ഗ്ലാൻഡിൽ മെലാറ്റോണിൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോൾ, ഓക്സിജൻ അളവും കറക്റ്റ് ആകുമ്പോൾ, ഈ മെലാറ്റോണിൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നു. ചില ആളുകൾക്ക് മരവിപ്പ്, അതുപോലെ കഴുത്തുവഴി വേദന, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. മൈഗ്രെയിൻ, തലവേദന, ഇയർ ബാലൻസ് കംപ്ലൈന്റ് ഉള്ളവർക്കൊക്കെ ഈ പില്ലോ പാഡ് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ഒരു മാട്രസ് ആണ്. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു മാട്രസും കൂടിയുണ്ട്. മാട്രസിൽ ഒരു 120, 110, 120 അങ്ങനെ പല നമ്പർ ഓഫ് ടൈപ്പിൽ വരുന്നുണ്ട്. കാരണം ഇതിന്റെ ഗസ് പവർ 3000 മുതൽ 5000 വരെയാണ് ഗസ് പവർ വരുന്നത്. നമ്മളുടെ മാട്രസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും അതിന്റെ സൈസിനനുസരിച്ചിട്ടൊക്കെ മാഗ്നറ്റിൽ മാറ്റം വരുന്നുണ്ട്. ഇത് തല മുതൽ പാദം വരെ മാട്രസിൽ ഉള്ള ഉറക്കം. നമ്മൾ തല മുതൽ പാദം വരെ മാട്രസിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി ഓക്സിജന്റെ അളവും കറക്റ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് ഈ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും നല്ല രീതിയിൽ അവിടെ ഊർജ്ജസ്വലമാകുന്നു എന്നുള്ളതാണ്. അതായത് ഡീപ്പ് സ്ലീപ്പ് നടക്കുന്ന ബോഡിയിൽ റിപ്പയറിങ് നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലൂടെ ഉള്ള ഡിസോർഡറുകളിനൊക്കെ ഓർഡർ ആക്കി ഇംബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ആക്കി നമുക്ക് ഇത് മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഊർജ്ജസ്വലതയോടെ നമുക്ക് ഉണർന്ന് എണീക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ യൂസ് ആണെങ്കിലും എല്ലാ ഇന്റേണൽ ഓർഗൻസിനും ഇത് റിപ്പയറിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ അതോടെ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയാണ് പലതരം അസുഖങ്ങളും ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട്, അല്ലെ, ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ മാറി കിട്ടുന്നു. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു അസുഖം മാറാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പാടുള്ളതും അല്ല. അത് ഒരു ഡോക്ടർക്ക് പോലും അനുവാദമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുക്കാൻ. ഇത് അസുഖം മാറാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ശരിക്കും ഇന്ന് നമ്മുടെ കമ്പനി പറയുന്നത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയോട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ ആരോഗ്യത്തെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിൽ ഇന്ന് ആർക്കും ആരോഗ്യമില്ല സുഹൃത്തുക്കളെ. എല്ലാവരും എന്തെങ്കിലും, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 ആൾക്കും 5 അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രത്യേകിച്ച് ഒരു അസുഖം മാറാനായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ അസുഖങ്ങളുള്ള ആളുകൾക്കായാലും സുഖപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രവർത്തനമാണ് എല്ലാവരുടെ ശരീരത്തിൽ നടക്കുന്നത്. ശരീരത്തിൽ ബ്ലഡ് ഉള്ളവർക്ക് എല്ലാവർക്കും ഇതിന്റെ റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഈ പ്രൊഡക്റ്റുകളൊന്നും വാഷബിൾ അല്ല. നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് വാഷബിൾ അല്ല. മാട്രസിലായാലും പില്ലോ പാഡിലായാലും കോട്ടൺ ബെഡ്ഷീറ്റ്, കോട്ടൺ പില്ലോ കവർ വിരിച്ചിട്ട് വേണം അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. വാട്ടർ എനർജി പാഡ് ആയാലും റിസ്റ്റ് ബാൻഡ് ആയാലും വാഷബിൾ അല്ല. അതിന്റെ മാഗ്നറ്റിന്റെ പവറിൽ അവർക്ക് വ്യത്യാസം വരും. നല്ല പോലെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 25 വർഷം നല്ല രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മളുടെ ഹെൽത്തിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി അസുഖങ്ങളെ മാറുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ, പ്രഷർ, തൈറോയിഡ്, സ്ട്രോക്ക്, അതുപോലെ ബ്ലോക്ക്, മസിൽ പെയിൻ, വെരിക്കോസ് വെയിൻ, മുടി കൊഴിച്ചിൽ, താരൻ, സോറിയാസിസ്, ഗൈനക് പ്രോബ്ലംസ്, അതുപോലെ അൾസർ, പൈൽസ്, ഒബീസിറ്റി, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ മാറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്ക് ഉപയോഗിച്ചാലും എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വർഷങ്ങളായിട്ട് വെരിക്കോസ് വെയിനൊക്കെ ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടാത്തവർക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അസുഖം ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനീ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് എല്ലാവരും ഫീൽഡിൽ പോകുന്ന എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്കൊരു അസുഖം ഇല്ലല്ലോ, ഇതൊക്കെ അസുഖം മാറുന്ന കാര്യങ്ങളല്ല ഇത്ര നേരം പറഞ്ഞത്. അപ്പൊ നമ്മൾ അസുഖം ഇല്ലാത്തവർ എന്തിനാ ഉപയോഗിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് പരിചയപ്പെടാം. ഇന്ന് ഈ കാണുന്ന വ്യക്തികളൊന്നും നമ്മോടൊപ്പം ഇല്ല. എല്ലാവരും ചെറുപ്പക്കാരാണ്. നമ്മളെ പോലെ തന്നെ നമ്മൾ ഇന്നിരിക്കുന്ന പോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. താമരശ്ശേരിയിലെ പ്രിൻസിപ്പൽ SI സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു മരിച്ചു. നാട്ടിലേക്ക് വരാനിരുന്ന ദിവസം പ്രവാസി മലയാളി കുഴഞ്ഞു വീണു മരിച്ചു. പാമ്പൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. കളിക്കുന്നതിനിടയിൽ പോലീസുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. വിവാഹത്തലേന്ന് വധു കുഴഞ്ഞു വീണു മരിച്ചു. വ്യായാമത്തിനിടെ മലയാളി യുവാവ് അബുദാബിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. വിവാഹ കൂതാശയ്ക്കിടെ കുഴഞ്ഞു വീണു വൈദികൻ മരിച്ചു. അങ്ങനെ ഒത്തിരി കേസുകൾ അല്ലെ. UK മലയാളി യുവതി കുഴഞ്ഞു വീണു മരിച്ചു. നമുക്ക് അറിയാം എത്രയോ ചെറുപ്പക്കാരാണ് ഈ കുഴഞ്ഞു വീണു മരണത്തിന്റെ ഒരു പട്ടികയിൽ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥി സ്കൂൾ വരാന്തയിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഏറ്റവും അതിശയകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ള ഈ ഒരു വാർത്ത ശരിക്കും നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യമാണ് അല്ലെ. ഒരു ഡോക്ടർക്ക് അവരുടെ ശരീരത്തിലെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന താളങ്ങളോ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ കണ്ട വ്യക്തികളെല്ലാവരും ശ്വസിച്ച വായു നമ്മൾ ശ്വസിച്ചിട്ടുണ്ട്. ഇവര് കുടിച്ചിട്ടുള്ള വെള്ളവും ഇവര് കഴിച്ചിട്ടുള്ള ഭക്ഷണം സെയിം ഭക്ഷണമൊക്കെ നമ്മളും കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരിക്കൽ നമ്മൾക്ക് ഈ ഒരു
അവസ്ഥ വന്നുകൂടായികയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് വരേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അത് കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് ഈ കൊഴിഞ്ഞു വീണ് മരണം കാണുന്നതിന് ഒരൊറ്റ കാരണം തന്നെയാണ് നമ്മൾക്ക് വാക്സിനേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തികൾ ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ള കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഡോക്ടർ ഗൗരവ് ഗാന്ധി, 41 വയസ്സ്, അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആണ്. ഒരുപാട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്, ഒരു കുഴഞ്ഞു വീണ മരണത്തിലൂടെയാണ് അദ്ദേഹം പോയേക്കുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പമാണല്ലേ, 41 വയസ്സിലൊക്കെ മരണം വരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു ഡോക്ടർ, ഒരുപാട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും തന്റെ ഹൃദയത്തിന്റെ താളപ്പിഴവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളൊന്നും ഒന്നും പറയണ്ട, ഇനി ബാക്കിയൊന്നും പറയാനില്ല. ഡോക്ടർ പ്രേമലാൽ ന്യൂറോ സർജൻ ആണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു മരണത്തിന് അടിമയായിട്ടുള്ള ഒരാളാണ്. അത് ഗുണനിലവാരമില്ലാത്ത 10 ബാച്ച് മരുന്നുകൾ നിരോധിച്ചു. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം അറിയണം, നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഓടി ഹോസ്പിറ്റലിലേക്ക് പോയി മരുന്ന് മേടിച്ചു കഴിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ബേൺ ചെയ്തിട്ടുള്ള നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഇന്നും കഴിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാം. ദയവ് ചെയ്ത് പരമാവധി മരുന്നുകളെ നമ്മളുടെ വീട്ടിലേക്ക് കയറ്റാതിരിക്കുക. അത് ഏറ്റവും വലിയ വില്ലനാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക്, ചെറിയൊരു അസുഖത്തിന് മരുന്ന് കഴിച്ച് വലിയ രോഗികളായി മാറുന്നതും വീടും കുടുംബം വിറ്റ് ചികിത്സിച്ചാൽ അടക്കം മാറാത്ത അസുഖങ്ങളുമായി വഴിയോരത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് പല ആളുകൾക്കും നമ്മൾ കണ്ടുവരുന്നത്. ഏറ്റവും അധികം മരുന്ന് കഴിക്കുന്നത് കേരളത്തിലുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരുന്നുകളുടെ പാർശ്വഫലം മൂലം മരിക്കുന്നു എന്നാണെന്ന് പറയുന്നു. ഇതൊക്കെ ഡോക്ടേഴ്സ് തന്നെയാണ് പറയുന്നത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് വ്യക്തികളെ നമ്മൾക്ക് പെട്ടെന്ന് ഞാൻ ഓടിച്ചു വിടുകയാണ്, നേരം കുറച്ചേ ഉള്ളൂ. ഇത് നിഷ മാം ആണ്, നിഷ സുനിൽ കുമാർ. മാഡത്തിന്റെ വയറ് കണ്ടാൽ നമുക്കറിയാലോ എത്രയോ നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു മാഡം ആണത്. അവരുടെ അസുഖത്തിനെ തന്നെ ചികിത്സിച്ച് എന്ത് അസുഖമാണെന്ന് വരെയും ഡയഗ്നോസ് ചെയ്യാനായിട്ട് പല ചികിത്സാ രീതികളും നടത്തിയിട്ട് പോലും കണ്ടെത്താനായിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 14 ദിവസത്തെ റിസൾട്ട് ആണ് ഈ കാണുന്നത്. മാഡത്തിന് ജീവിതം തന്നെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാം. കൂടാതെ ഇതൊക്കെ കാണുന്നത് വെരിക്കോസ് വെയിന് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ്. ഇതുപോലെ വെരിക്കോസ് വെയിന് കിട്ടിയിട്ടുള്ള റിസൾട്ട് ലെഫ്റ്റ് സൈഡിൽ, ഈ കഴുത്തിൽ കാണുന്ന സോറിയാസിസ് പോലുള്ള ഒരു പ്രശ്നത്തിന് വന്നിട്ടുള്ള റിസൾട്ട് ആണ്. ബിഫോർ ആഫ്റ്റർ റിസൾട്ട് കാണാം. ഇതില് കാണിച്ചിട്ടുള്ള ജിത്തു സാറ്, മിനി മാഡം എന്ന് പറയുന്ന ഒരു മാഡത്തിന് ഈ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് ചെന്നപ്പോ അവരുടെ കാലിൽ പുഴുവരിച്ചിട്ടുള്ള നിലയിൽ കാല് മുറിക്കാനായിട്ട് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുത്തിട്ട് വെച്ചിരുന്ന ഒരു കാലാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ വാട്ടർ എനർജി പാഡിലെ വെള്ളം ഉപയോഗിച്ച് 3, 4, 5 തവണ ഒരു ദിവസം കഴുകി വൃത്തിയാക്കുന്നതിലൂടെയും നമ്മുടെ വാട്ടർ എനർജി പാഡിലെ വെള്ളം കുടിക്കുകയും മാട്രസ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തതിലൂടെ അവരുടെ കാല് നല്ലൊരു രീതിയിലേക്ക് മാറി, നല്ലൊരു റിസൾട്ട് കിട്ടി. ഇത്രയും പെട്ടെന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ആണിത്. എന്തിനായാലും അവർ ആ കാലം വെച്ചിട്ട് അല്ലെ, ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവസാന വാക്കല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഹോസ്പിറ്റൽ, ഇഞ്ചക്ഷൻ, സൂചി ഇതൊക്കെ വേണം. എന്തെങ്കിലും ആക്സിഡന്റ് കേസൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലണം. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോ ഈ കാല് മുറിച്ച് കളയാൻ പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ ഒരു ഡോക്ടർ പറയുമ്പോൾ കാലില്ലാതെ നമ്മളൊക്കെ നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചാൽ എത്രത്തോളം അസഹനീയമാണതെന്നും അറിയാം. അപ്പോ നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ പേരിൽ ഇന്ന് ആ ഒരു മാഡത്തിന് ഈ കാലുമായിട്ട് ആ മാഡം ഒന്നും നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോഷി സാറ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മുറിവാണിത്. ആ മുറിവ് ഉണങ്ങാതെ വർഷങ്ങളോളം ഇരുന്നതിന് ശേഷം നമ്മൾ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടാനിടയായി. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ കഴുത്തിന് നല്ലൊരു ഇതിൽ കാണാൻ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ വെരിക്കോസ് അൾസർ വന്നിട്ടൊക്കെയുള്ള കാലാണ് ഈ കാണുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ കറുത്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് വരുന്നില്ല, അവിടെ ഓക്സിജന്റെ അളവ് ഇല്ല എന്നാണ് അർത്ഥം. അത് പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. നമ്മളെ പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാലിന്റെ മുറിവൊക്കെ ഇങ്ങനെ കാണുന്ന ഈ മുറിവൊക്കെ ഉണങ്ങിയിട്ടുള്ള ഒരു 2 മാസത്തിന് ശേഷമുള്ള റിസൾട്ട് ഒക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് സോറിയാസിസിനുള്ള റിസൾട്ട് ആണ് ഈ കാണുന്നത്. എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആളുകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഒത്തിരി ആശ്വാസത്തിലേക്ക് വരുമ്പോൾ അത് കൊടുക്കുന്ന വ്യക്തികൾക്ക് 100 കോടി പുണ്യം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇതൊരു ചാരിറ്റി ആയിട്ടും എല്ലാവർക്കും ഏറ്റെടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് കമ്പനിക്ക് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്, ഞാൻ ഓടിച്ചു വിടുകയാണ്. അൽപ്പൈൻ വാട്ടർ മെഷീൻ ഉണ്ട്, ഓർഗാനിക് അഗ്രികൾച്ചർ ടെറ ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒത്തിരി അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഉണ്ട്. കൂടാതെ മോർ പവർ എന്ന് പറയുന്ന ഒരു
നമ്മൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മോർ പവർ. ആയുഷ് അംഗീകാരം ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ആയുർവേദ സിദ്ധ യുനാനി കോമ്പിനേഷൻ പ്രൊഡക്റ്റ് ആണ്. പാറ്റന്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഇതിലുള്ളത്. നെല്ലിക്കയുടെയും ഉലുവയുടെയും കുരുമുളകിന്റെ ഒക്കെ എക്സ്ട്രാക്ട്, അതുപോലെ കുർക്കുമിൻ, അങ്ങനെയുള്ള ഒരുപാട് എക്സ്ട്രാക്ട് ചേർന്നിട്ടുള്ളതാണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാർഡിയാക്ക്, ബ്രെയിൻ, ലിവർ, കിഡ്നി ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആക്കും. സെക്ഷൽ വെൽനെസ് നൽകാനായിട്ട് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടും സ്റ്റാമിന നൽകുന്നതിനൊക്കെ ആയിട്ട് നല്ലൊരു ഇമ്മ്യൂണിറ്റി, അതുപോലെ സ്റ്റാമിന ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മിറാക്കിൾ പ്രൊഡക്റ്റ് ആണ്. അതായത് 11 അവയവ വ്യവസ്ഥയും അതിന്റെ ഫംഗ്ഷനെയും പ്രോപ്പർ ആക്കിയിട്ട് ഓവറോൾ ഹെൽത്ത് പ്രദാനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോർ പവർ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ അൾട്രാബെറി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. വെൽനസ് കാറ്റഗറിയിലെ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് അൾട്രാബെറി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഒരു പ്രീമിയം വെൽ ബീയിങ് ഡ്രിങ്ക് ആണത്. ഭക്ഷണത്തിന് 30 മിനിറ്റ് മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ വളരെ 30 മിനിറ്റ് മുൻപ് കഴിക്കേണ്ടതാണ്. അതിലൊരു ചെറിയൊരു അളവ് ഉണ്ട്. ആ ഒരു അളവിൽ വെച്ചിട്ട് നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഭക്ഷണത്തിന് മുന്നേ ചെറു ചൂടുവെള്ളത്തിലാണ് അത് കഴിക്കേണ്ടത്. 30 ml മാത്രമാണ് അത് കഴിക്കേണ്ടിയുള്ളൂ. ഇതില് നമുക്ക് അലോവേര, അശ്വഗന്ധ, ബ്ലൂബെറി, ബ്ലാക്ക് കറന്റ്, അതുപോലെ ഗ്രേപ്പ് സീഡ്, ഗോതമ്പ് പുല്ല്, കറുവപ്പട്ട, ഗ്രീൻ ടീ, ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് ഗർഭിണികളും ഫീഡിങ് ചെയ്യുന്നവരും 10 വയസ്സിന് താഴെയുള്ളവരും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ബെനിഫിറ്റ് ഒത്തിരിയാണ്. നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നു, തൈറോയ്ഡ് കൺട്രോൾ ചെയ്യുന്നു, ഹൈപ്പർ അസിഡിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കിഡ്നി ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ മെന്റൽ ഫോക്കസ് ബെറ്റർ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഗുഡ് ഡെന്റൽ ഹെൽത്ത് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ എനർജി, സ്റ്റാമിന, സ്ട്രെങ്ത് ഒക്കെ നൽകുന്നുണ്ട്. നമുക്ക് ബ്രെയിൻ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രൊഡക്റ്റുകളാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയാം. നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത 3 കാറ്റഗറി ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഇൻസുലിൻ പമ്പ് ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള വ്യക്തികളും പേസ് മേക്കർ ശരീരത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളും, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് കൂടാതെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു പോകുന്നതിന് ശേഷം ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ ഫോളോ അപ്പ് ചെയ്യണം. കൊടുത്ത വ്യക്തികൾക്ക് എന്ന് വെച്ച് പ്രൊഡക്റ്റ് കൊടുത്ത് പിറ്റത്തെ ആഴ്ച വിളിച്ചിട്ട് റിസൾട്ട് ആയോ, റിസൾട്ട് കിട്ടിയോ, ഉറക്കം കിട്ടിയോ, മാറിയോ എന്ന് ചോദിക്കാനല്ല പറയുന്നത്. വിളിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ലേ, പറ്റുവാണെങ്കിൽ നേരിട്ട് തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല. 3 മാസത്തിനും 6 മാസത്തിനും ഇടയ്ക്കാണ് നമ്മൾക്ക് ഈ ഒരു റിസൾട്ട് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും, മിക്ക ആളുകൾക്കും ഫസ്റ്റ് ഡേ തന്നെ ഉറക്കം എന്ന് പറയുന്ന റിസൾട്ട് കിട്ടാറുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെ ഉറക്കം കിട്ടാത്ത ഒരാളോട് ഉറങ്ങിയില്ലേ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ലേ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആരോട് ഉറക്കം കിട്ടിയില്ലേ, കാലിന് വേദന കുറവുണ്ടോ, ഇതൊന്നും വിളിച്ച് പിറ്റേ ദിവസം തന്നെ ചോദിക്കേണ്ട. നമ്മൾ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. 3 മാസത്തിനും 6 മാസത്തിനിടയ്ക്ക് അവർക്ക് റിസൾട്ട് കിട്ടിക്കോളും. ഈ 3 മാസം എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ആ 3 മാസത്തിന് ആ റിസൾട്ട് ചിലപ്പോൾ വന്നേക്കാം. അതായത് പല ആളുകളുടെയും മെറ്റാബോളിസം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും പ്രൊഡക്റ്റ് കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും റിസൾട്ട് കിട്ടിയോന്ന് ദയവ് ചെയ്ത് വിളിച്ച് ചോദിക്കരുത്. അത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ടെൻഷന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വേറെയുള്ള സൈബർ സെക്യൂരിറ്റിക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. EV സ്കൂട്ടേഴ്സ് ഉണ്ട്, കാറ് വരുന്നുണ്ട്. ഒത്തിരി പിൻ ടു പ്ലെയിൻ വരെ നമ്മളുടെ കമ്പനി നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ 25 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമർ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ പ്രൊഡക്റ്റ് ഒത്തിരി പേര് ഉപയോഗിച്ചതിലൂടെ റെക്കമെൻഡേഷനിലൂടെയാണ് ഇത്രത്തോളം കസ്റ്റമേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് പ്രശസ്തരായ വ്യക്തികളുണ്ട്. ഞാനതൊന്ന് ഓടിച്ചു വിടുകയാണ്. ഒരുപാട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ ഡോക്ടർമാര്, നമുക്ക് മിനിസ്റ്റേഴ്സ്, ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുകയാണ്. കാരണം നമുക്ക് ഒരു അടുത്ത സെക്ഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. ഫിലിം സ്റ്റാർസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സമൂഹത്തില് നമ്മൾ അറിയുന്ന ഒരുപാട് വ്യക്തികള്, രാഷ്ട്രീയത്തിലുള്ളതായാലും അതുപോലെ ടിനി ടോം, ബീന ആന്റണി, ഇവരൊക്കെ നമ്മളെല്ലാവരും പ്രശസ്തരായിട്ടുള്ള ആളുകളായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതുപോലെ ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ അബ്രഹാം ഡോക്ടർ കോട്ടയം, അതുപോലെ ജയപാൽ കാർഡിയോളജിസ്റ്റ്, ഡോക്ടർ വി ജയപാൽ കാർഡിയോളജിസ്റ്റ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, ഇദ്ദേഹം ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് ഇനി ആരോടും നല്ലതാണോ എന്ന് ചോദിച്ചു നടക്കാതെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്. ഈ കാർഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് വേറെ ആരോടും ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനായാലും റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെയാണ്, ഈ റിസൾട്ടാണ് നമ്മളുടെ ഈ കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയുന്ന
തന്നെയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുക. ഈ ഒരു പ്രൊജക്റ്റും നമ്മൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പേടിയാണ്. ഇത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു കമ്പനിയാണോ, ഒരു ബിസിനസ് ആണോ, ഇടയ്ക്ക് വെച്ച് പൂട്ടിപ്പോവോ എന്നൊക്കെ നമ്മൾക്ക് എന്താണ് തലയിൽ കൂടെ തുണിയിട്ട് നടക്കേണ്ടി വരുമോ എന്നൊക്കെ സംശയമാണ് പലർക്കും. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയിട്ടുണ്ട് എന്ത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 100% ലീഗലായിട്ട് നമുക്ക് ചെയ്യാനുള്ള എല്ലാ അനുമതിയോടും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഓൺലി ഹെൽത്ത് മാത്രം വേണ്ടവർക്ക് ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് റിസൾട്ട് എടുത്തിട്ട് ഇരിക്കാം. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. പരസ്യക്കാരും ഇടനിലക്കാരും ഇല്ല. അതായത് പരസ്യം ചെയ്യുന്ന ആരാ? സെലിബ്രിറ്റികളാണ്. ഇവിടെ ആരാ സെലിബ്രിറ്റികൾ? നമ്മളാണ് സെലിബ്രിറ്റികള്, നമ്മളാണ് ഇതിന്റെ പരസ്യം പറയുന്നത്. അപ്പോ ട്രഡീഷണൽ മാർക്കറ്റിൽ പരസ്യക്കാരും ഇടനിലക്കാരും കൊണ്ടുപോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട് അല്ലെ? ആ ഒരു എമൗണ്ട് ഇവിടെ കമ്പനിക്ക് കൊടുക്കാനുള്ളത് ആർക്കാണ്? നമ്മൾക്കാണ് തരാനുള്ളത് അല്ലെ? അതായത് ഇതിന്റെ പ്രൊമോട്ടേഴ്സിനാണ് കൊടുക്കാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരിലേക്ക് എത്തിച്ച ആളുകൾക്ക്, എത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഇനി പുതുതായിട്ട് എത്തിക്കാനായിട്ട് റെഡി ആയിട്ട് വരുന്നവർക്കൊക്കെ കമ്പനി എന്താ പറയാ, നമ്മൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഒരു ജോലിയും ഒരു ബിസിനസ്സും എന്നതിലുപരി നോക്കുമ്പോൾ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്നതിനുപരി നമ്മൾ അനുസരിച്ച് വരുമാനം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം നമ്മൾക്ക് കമ്പനിയോട് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ കാണിച്ചിട്ടുണ്ട് പ്രൊഡക്റ്റ് PV എമൗണ്ട്. പ്രൊഡക്റ്റ് പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഫാമിലി പ്രൊഡക്റ്റ്, സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ട്. സിംഗിൾ പ്രൊഡക്റ്റിന് 50 PVയും ഫാമിലി പ്രൊഡക്റ്റിന് 100 PVയും എന്ന അനുപാതത്തിലാണ്. ഇവിടെ PV ബേസ് ആണ്, പോയിന്റ് വാല്യൂ എന്നാണ് PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് എമൗണ്ട് ഇതിന്റെ സ്റ്റാർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എമൗണ്ട് അല്ല നോക്കുന്നത്, 50 PV 100 PV എന്ന് പറയുന്ന ഈ ഒരു PV ബേസിൽ ഓരോരുത്തരും ജോയിൻ ചെയ്ത് ആക്ടിവേഷൻ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇതില് ഒരു ദിവസം 2 സൈക്കിളാണ് നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിലുള്ളത്. ഒരു ദിവസം 2 സൈക്കിളിൽ ബിസിനസ് വെക്കാം. അതായത് 5 AM to 5 PM, രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാവിലെ 5 മണി വരെയും ഈ ഒരു ബിസിനസ്സിന് 2 സൈക്കിളായിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് ഒരു ദിവസം 2 വരുമാനം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ 7 ടൈപ്പ് ഓഫ് ഇൻകം നമുക്ക് മേടിക്കാവുന്നതാണ്. റീറ്റെയിൽ പ്രോഫിറ്റ് മേടിക്കാം, സൂപ്പർ ഫാമിലി ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ്, സർപ്രൈസ് ബോണസ്, റീപർച്ചേസ് ബോണസ് ടിൽ 10 ലെവൽ വരെ മേടിക്കാം, പിക്കപ്പ് സെന്റർ ബോണസ്, അതുപോലെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ബോണസ്. ഇത്തരം ബോണസുകൾ നമുക്ക് മേടിക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ആകെ 2 ബോണസുകളെ പറ്റിയിട്ടാണ്. അമേസിംഗ് ആയിട്ടുള്ള 2 ബോണസുകളെ പറ്റി മാത്രം. അത് മാത്രം മേടിച്ചാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ റൗണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും, നിങ്ങൾ തന്നെയാണ്, ഓരോ വ്യക്തികളും അവരവരുടെ തന്നെ വെച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യണം. ഇവിടെ ഒരു വ്യക്തി വന്ന് ജോയിൻ ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ബൈ ദി പ്രൊഡക്റ്റ്, യൂസ് ദി പ്രൊഡക്റ്റ്, റെക്കമെൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയാ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ചു, ഉപയോഗിച്ചു. നമ്മൾക്ക് ഇത് എന്തായാലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷമാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, അതിപ്പോ ഒന്നും പഠിച്ചില്ലെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വന്നൊരു ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ എന്തായാലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നമ്മളുടെ ലൈഫിലേക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു ബിസിനസ് ആണ്, നമ്മുടെ തലമുറകൾക്ക് കൈമാറേണ്ടുന്ന ഒരു ബിസിനസ് ആണ്. ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് 10 കോടി രൂപ മുടക്കി ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസിനെ കാണുവാണെങ്കിൽ നമ്മളൊരു 5 നില കെട്ടിടം പണിയാനായിട്ട് ഫൗണ്ടേഷൻ എടുക്കുന്നതും ഒരു 15 നില കെട്ടിടം പണിയാനായിട്ട് ഫൗണ്ടേഷൻ എടുക്കുന്നതും വ്യത്യാസമുണ്ട് അല്ലെ? അതായത് കല്ലിടാന്ന് പറയും, വീട് പണിയുമ്പോൾ കല്ലിടാന്ന് പറയും. അതിനൊരു നിലയ്ക്കോ 2 നിലയ്ക്കോ ആണെങ്കിൽ അതിൻ്റെതായ ബലം മതി. പക്ഷെ 10 നിലയ്ക്കാണെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ബെൽറ്റ് വാർക്കണം അല്ലെ? അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഈ ഒരു ബിസിനസ് എനിക്ക് ജീവിതകാലം മുഴുവൻ എന്റെ പരമ്പരയ്ക്ക് കൈമാറേണ്ട ഒരു ബിസിനസ് ആണ്. അതിനെ സ്ട്രോങ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും മിടുക്കരായിട്ടുള്ള 2 വ്യക്തികൾക്ക് വരുമാനം ആവശ്യമുള്ള, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ള, അങ്ങനെ നല്ലൊരു തീയുള്ള 2 വ്യക്തികൾക്ക് നിങ്ങൾ ഈ ബിസിനസ് കൈമാറുവാണെങ്കിൽ, ഫസ്റ്റത്തെ ബിസിനസ് നിങ്ങൾ 2 വ്യക്തികൾക്ക് സ്പോൺസർ ചെയ്യാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. 2 വ്യക്തികൾക്ക് നിങ്ങൾക്ക് ബിസിനസ് അവസരം കൈമാറാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ 2 വ്യക്തികളെ ചൂസ് ചെയ്യുന്നതിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ ആണ് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യിക്കുന്നതെങ്കിൽ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ കൊണ്ടുപോകാൻ പറ്റും. കാരണം അത് 2 നമ്മളെ പില്ലേഴ്സ് ആണ്. ഈ 2 പേർക്ക് വരുമാനം മേടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് വരുമാനം വരുന്നത് എന്നത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരുമാനം ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ജോയിൻ ചെയ്യിപ്പിക്കാം. ഇതിൽ റൈറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, ലെഫ്റ്റ് ഓർഗനൈസേഷൻ എന്ന് 2 തരമായിട്ട് നമുക്ക് ഇതിനെ കാണാം. അതിനെ
ജീനിയസ് ടീം എന്നും വിന്നർ ടീം എന്നും നമുക്ക് വിളിക്കാം. അതിൽ ഒരു ടീമില് ഏതായാലും ഇപ്പൊ ജീനിയസ് ടീമിൽ 50 PV വിന്നർ ടീമിൽ 100 PV വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാനുള്ള ഒരു കാര്യം. അതായത് അത് ജീനിയസിൽ 100 ആയാലും വിന്നറിൽ 50 ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ 50ഉം ഒരു സൈഡിൽ 100 PV വന്നാൽ നിങ്ങൾ ഫസ്റ്റത്തെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്തു. അത് കമ്പനി, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണോ എന്ന് കമ്പനി നിരീക്ഷിക്കുന്നത് തന്നെയാണെന്ന് കൂട്ടിക്കോ. നമ്മൾക്ക് 2 പേർക്ക് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമ്മളെ ക്വാളിഫൈഡ് ആക്കുന്നു. അത് നമ്മൾക്ക് ഒരു PVക്ക് 10 രൂപ എന്നുള്ള ബേസിക്കില് 500 രൂപ, അതായത് 50 PVക്ക് 500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നുണ്ട്. അത് ഇന്ന് കോടിപതികളായിട്ടുള്ള വ്യക്തികളുണ്ട് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ. അവർക്കും അവരുടെ ആദ്യത്തെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള, അവരുടെ അക്കൗണ്ടിലേക്ക് ആദ്യം വന്നിട്ടുള്ള എമൗണ്ടും ഈ 500 രൂപ തന്നെയാണ്. അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് അല്ല, വലിയൊരു എമൗണ്ടിലേക്കുള്ള ചെറിയൊരു ബോണസ് ആണത്. അടുത്തത് സൂപ്പർ അവയർനെസ് ബോണസ് നമുക്ക് പരിചയപ്പെടാം. സൂപ്പർ അവയർനെസ് ബോണസ് ഒരു PV ₹10 രൂപ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ കാൽക്കുലേഷൻ. നിങ്ങൾക്ക് കാണാം 25 PV മാച്ച് ചെയ്യുമ്പോൾ 250, 50 PVക്ക് 500, 75 PV മാച്ച് ചെയ്യുമ്പോൾ 750, 100 PV മാച്ച് ചെയ്യുമ്പോൾ 1000. അങ്ങനെയാണെങ്കിൽ 1000 PV മാച്ച് ചെയ്യുമ്പോൾ 10,000 ആണ് കിട്ടുന്നത്. അപ്പൊ കമ്പനി നമുക്കൊരു സീലിംഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ബിസിനസ് ചെയ്യാം എന്നുള്ളതല്ല, ഒരു 1000 എത്ര വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. 2 സൈക്കിൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു സൈക്കിളിൽ 1000 PV മാച്ച് ചെയ്യുവാണെങ്കിൽ അതിലും കൂടുതൽ വരും. നമ്മുടെ ടീമൊക്കെ ഒത്തിരി വലുതാകുമ്പോൾ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല നമ്മുടെ ടീമിനെ ഒന്നും. അപ്പൊ 1000 PV വരെ ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 PVക്ക് 10,000 രൂപയാണ് നമ്മൾക്ക് ഒരു സൈക്കിളിൽ നമ്മൾക്ക് ലഭിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 2 സൈക്കിൾ ഉണ്ടെങ്കിൽ 10,000 × 2 20,000 രൂപ സൂപ്പർ അവയർനെസ് ബോണസ് മാത്രമായിട്ട് നമ്മൾക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഇനി സൂപ്പർ ഫാമിലി ബോണസ് ആണ് അടുത്ത് പറയാനുള്ളത്. ഇവിടെ നമ്മൾക്ക് അമേസിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി ബോണസ് ആണുള്ളത്. പറയാതിരിക്കാൻ വയ്യ. ഒരു PV എന്ന് പറഞ്ഞാൽ 67 രൂപ 50 പൈസ ഒരു PVക്ക് കൊടുക്കുന്ന ഒരു കമ്പനി നമ്മളിവിടെ നിലവിലില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഇവിടെ ഫാമിലി ബോണസ് എന്ന് പറയുമ്പോൾ 100 PV മാച്ച് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള PV ആട്ടോ. 100 PV ഇപ്പൊ നിങ്ങൾ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റൈറ്റിലും ലെഫ്റ്റിലും 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പെയർ ബോണസ്, അതായത് അവയർനെസ് ബോണസ് 1000 രൂപ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. ഈ ഒരു 100 PV മാച്ച് ചെയ്യുമ്പോൾ 1000 രൂപ അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ സൂപ്പർ ഫാമിലി ബോണസ് 6750 രൂപയും കൂടിയിട്ട് ഇതിലേക്കൂടെ ആഡ് ചെയ്ത് 7750 രൂപയാണ് നമ്മൾക്ക് ഈ ഒരു ഇതിന്റെ മാത്രമായിട്ടുള്ളൊരു വരുമാനം വരുന്നത്. അതിന് 2% നമ്മുടെ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ പെർ ക്ലോസിംഗ് ക്യാപ്പിംഗ് എങ്ങനെയായിരിക്കും നോക്കാം. സൂപ്പർ അവയർനെസ് ബോണസ് 10,000 ആണ് നമ്മൾക്ക് ഒരു സൈക്കിളില്. സൂപ്പർ ഫാമിലി ബോണസ് 6750 ആണ് ഒരു സൈക്കിളില്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 16,750 ആണ് നമുക്ക് ഒരു സൈക്കിളില് ടോട്ടൽ കിട്ടാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം, അതായത് 2 സൈക്കിളിലും കൂടിയിട്ട് 33,500 ഒരു സിംഗിൾ ഐഡിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരു ദിവസമാണ് കേട്ടോ സുഹൃത്തുക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത്, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ നമ്മൾക്ക് നേടണം, ഏത് മാർഗത്തിലൂടെ വേണമെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഇൻകത്തിലേക്ക് എത്താവുന്നതാണ്. ഇനി 65% കുടുംബങ്ങൾക്കും സമ്പാദ്യം ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ സാധ്യതയാണ് ഈ കാണിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന് പിന്നെ തന്നെ എത്ര പേരുടെ വീടുകൾ ജപ്തി ചെയ്ത കേസ് കേട്ടിരിക്കുന്നു. അപ്പൊ എന്ത് തന്നെ ആയാലും ഒരുപാട് വരുമാനം ഉണ്ടാക്കി, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അസാധാരണക്കാരനാക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് നമ്മൾക്ക് ഇതിനെ കാണാം. ഇത് സൗത്ത് ഇന്ത്യൻ ടീമിലെ കോർ ടീം ലീഡേഴ്സ് ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. നമ്മൾക്ക് മുന്നേ നടന്ന് നമ്മൾക്ക് സുഗമമായി നടക്കാനായിട്ട് വഴിവെട്ടി തെളിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. ഇതിൽ കാണുന്ന സൗത്ത് ഇന്ത്യൻ ടീമിൽ കാണുന്ന ഇത്രയും വ്യക്തി, ഈ കാണുന്ന ക്രോർപതീസ് ഒക്കെ ഇവരെല്ലാവരും ഇപ്പൊ ഇവിടെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. പക്ഷേ ഇവരെല്ലാവരും എന്താണ്, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇവരെല്ലാവരും അസാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറ്റിയ, ഇവരൊക്കെ അസാധാരണക്കാരാക്കിയിട്ട് മാറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ് സുഹൃത്തുക്കളെ നമ്മളും ഇന്ന് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് സാധാരണക്കാരന്റെ ബിസിനസ്സാണ്. പണമുള്ളവൻ വന്ന് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ബിസിനസ് അല്ല, സാധാരണക്കാരന്റെ ബിസിനസ് ആണ്. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. ആ ഒരു കാര്യത്തില് ഈ ഒരു ബിസിനസ്സിൽ എത്തിച്ചേർന്നതിന് ജഗദീശ്വരനോട് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് ആരാണോ ഈ അവസരം തന്നത് ആ വ്യക്തിക്ക് കൂടെ നിങ്ങൾ ഈ ഒരു അവസരത്തില് നന്ദി പറഞ്ഞുകൊള്ളുക. നിങ്ങൾ ഈ എല്ലാം കേട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് ചെല്ലുമ്പോൾ ഇതേപോലെ സൂചിയും പിടിച്ച് നിൽക്കുന്നുണ്ടാവും കുറെ വ്യക്തികള്. നമ്മളും സൂചി വെച്ച്
പൊട്ടിക്കാനായിട്ട് ഒരുപാട് നോക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ പൊട്ടിയില്ല. അതുപോലെ ഈ കാണുന്ന വ്യക്തികളെ, ഈ കോട്ടിട്ട് നിൽക്കുന്ന ക്രോർപതീസിനെ കുത്താനായിട്ട് ഇതുപോലെ സൂചിയും കൊണ്ട് ഒരുപാട് പേര് നടന്നിരുന്നു. ആ സൂചിക്കൊക്കെ ഇവര് ഉത്തരം പറയാൻ പോയിരുന്നെങ്കിൽ, ആ സൂചിയും ബലൂണും കോംപ്രമൈസിങ്ങിന് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇവരൊന്നും ഇവിടെ കോട്ടിട്ട് നിൽക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്, നമ്മളുടെ ഈ ഒരു അവസരം കേട്ട് ഈ ഒരു ബിസിനസിനെ പറ്റി അറിയുന്നവരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക. ഇതൊന്നും അറിയാത്ത കുറെ പേര് നമ്മുടെ കലുങ്കുമ്മലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരോടൊന്നും പോയിട്ട് ഈ ഒരു അവസരത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിന്ന് വിജയിച്ച വ്യക്തികളോട് മാത്രം ഈ ഒരു ബിസിനസിനെ പറ്റി ചോദിച്ചു മനസ്സിലാക്കാം. ഇവിടെ കുറെ ബലൂൺസ് ഉയർന്നു പോകുന്നത് കാണാം അല്ലെ, ഹൈഡ്രജൻ നിറച്ച ബലൂൺസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പൊങ്ങി പോകുന്നത് കാണാം. ഇന്ന് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമ്മളെ ഷൗട്ട് ചെയ്യാനും പിന്തിരിപ്പിച്ചുകൊണ്ട് നാണം കെടുത്തിയും ഒരുപാട് വിമർശിച്ച ആളുകളുടെയൊക്കെ അടുത്ത് നിന്ന് അവർക്കൊന്നും തൊടാൻ പറ്റാത്ത ഉയരത്തില്, അവരൊന്നും നമ്മളെ വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്ത ഉയരത്തിലേക്ക് നമ്മൾ പറന്നുയരണം. അതുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ് ആണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ബിസിനസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതേപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് വിജയിച്ചുകൊണ്ട് പറന്നുയരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സമയം എടുത്തു, സോറി. താങ്ക് യു വെരി മച്ച്.